എന്തായാലും നിർണായകമായ CPM സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രി ഈ കാര്യം വിശദീകരിക്കും. CPIയോട് ഈ തർക്കപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM ആലോചിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അനുനയ നീക്കങ്ങൾ ഫലം കാണുമോ എന്നുള്ളതാണ് നിർണായകം. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, ഇന്ന് ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ നിർണായക നീക്കങ്ങളെല്ലാം നടക്കുന്നത്. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം അവിടെ ചേരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും ഒരേ വേദിയിലെത്തുന്നു. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുവാനുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് കൂടി വേദി ഒരുങ്ങുന്നുണ്ട്, ഒരു സാഹചര്യം അവിടെ ഒരുങ്ങുന്നുണ്ട് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അല്പസമയം മുമ്പ് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചർച്ചയ്ക്കുള്ള വാതിലുകൾ അടച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഏത് തരത്തിലാണ് CPM ഇനി അനുനയ നീക്കം നടത്തുക? അത് തൃപ്തികരമാണോ CPIക്ക് എന്നുകൂടി പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ കടുത്ത നടപടി വേണമോ വേണ്ടയോ എന്നുള്ള നിർണായക തീരുമാനത്തിലേക്ക് CPI കടക്കുക, അല്ലേ? തീർച്ചയായിട്ടും ഈ കാര്യത്തിനകത്ത് അത്തരത്തിലൊരു ഭിന്നാഭിപ്രായം CPIക്കകത്ത് ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ അതിശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുകയും ചെയ്യണമെന്ന് പറയുന്നു. ഇന്ന് രാവിലെ പുന്നപ്ര വയലാർ വാരാചരണത്തിൻ്റെ സമാപന ദിവസമാണ്. ഇന്ന് വയലാറിലെയും പുന്നപ്രയിലെയും രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും എത്തുന്ന ഒരു ദിവസം, ആലപ്പുഴയിൽ എത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ്. രാവിലെ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കന്മാർ അവിടേക്ക് എത്തിയിരുന്നു. ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം അവിടെ നിന്ന് നമുക്ക് ലഭ്യമാവുകയും ചെയ്തു. തങ്ങൾ ഇപ്പോഴും ഇടതുമുന്നണിയുടെ ഭാഗമാണ്, ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി ഇതുവരെ വിളിച്ചിട്ടില്ല, മുഖ്യമന്ത്രി വിളിച്ചാൽ ചർച്ചയാകും എന്നാണ് CPIയുടെ സംസ്ഥാന അധ്യക്ഷനായ ബിനോയ് വിശ്വം പ്രതികരിച്ചത്. മാത്രമല്ല, ആശയപരമായി തങ്ങൾ എടുത്ത നിലപാട് ശരിയാണ്, നയപരമായും ആശയപരമായും ശരിയാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആലപ്പുഴയിലെ CPIയുടെ ഓഫീസിലാണ് ഇന്ന് അല്പസമയത്തിനകം തന്നെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരും. ആ എക്സിക്യൂട്ടീവിൽ തീരുമാനമുണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചതാണ്. കാരണം 27 ആലപ്പുഴയിൽ ചേരുന്ന എക്സിക്യൂട്ടീവിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. CPI ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റ് കൂടി അടിയന്തരമായി CPM സെക്രട്ടേറിയറ്റ് കൂടി അടിയന്തരമായി ചേർന്ന സാഹചര്യത്തിൽ അതിൽ കൂടി ഉണ്ടാകുന്ന തീരുമാനം എന്താണെന്നൊരു കാത്തിരിപ്പ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരിക്കും. എങ്കിൽ പോലും ഇന്ന് ആലപ്പുഴയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും CPIയുടേത് ഉണ്ട്. ഇപ്പോൾ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അല്പസമയത്തിനകം തന്നെ ആ യോഗം ചേരും. 10 മണിയോടുകൂടി എക്സിക്യൂട്ടീവ് യോഗം ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. മാത്രമല്ല, ഇതിനോടകം തന്നെ എല്ലാ നേതാക്കന്മാരും ആലപ്പുഴയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 4ഓളം പരിപാടികളുണ്ട്. അതിൽ രാവിലെ 10:30 നാലുചിറ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് തോട്ടപ്പള്ളിയിൽ അദ്ദേഹം എത്തേണ്ടതായിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അടിയന്തര സെക്രട്ടേറിയറ്റ് വിളിച്ചു. ഇന്നലെ തോമസ് ഐസക് അടക്കമുള്ള നേതാക്കന്മാർ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ അടിയന്തര സെക്രട്ടേറിയറ്റ് അറിയിച്ചതിനെ തുടർന്ന് രാത്രി തിരികെ പോവുകയാണ് ഉണ്ടായത്. പെട്ടെന്നുണ്ടായ സാഹചര്യത്തിൽ വിളിച്ച ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വിളിച്ച ഒരു യോഗം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരമൊരു പ്രാധാന്യവും ഒപ്പം ചൂടുപിടിച്ച ചർച്ചകളും ഈ വിഷയത്തിനകത്ത് നടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ പശ്ചാത്തലം ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് തീരുമാനമാണ് അതിനകത്ത് കൈക്കൊള്ളുക എന്നുള്ളതാണ്. കാരണം CPIയുമായി യാതൊരുവിധ ചർച്ചയും നടത്താതെ അവർ നേരത്തെ തന്നെ ഭിന്ന അഭിപ്രായം ഉന്നയിച്ച ഒരു വിഷയത്തിനകത്ത് ഏകപക്ഷീയമായി നിലപാടെടുത്തു എന്നത് അവർക്ക് അപമാനകരമായ ഒന്നായി തന്നെയാണ് അത് പാർട്ടി നേതൃത്വം, അവരുടെ നേതാക്കന്മാർ ഉൾപ്പെടെ അത് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷ പ്രതികരണവുമായി പലരും രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. എന്ത് നയമാണോ ഇടതുപക്ഷം സ്വീകരിക്കുന്നത്, ആ ഇടതുപക്ഷ നയത്തിന് വ്യതിയാനം സംഭവിക്കുന്ന രീതിയിലാണ് ഈ PMC പദ്ധതിയുമായി മുന്നോട്ട്, അല്ലെങ്കിൽ ആ ഒരു കരാറുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് CPI വ്യക്തമാക്കുന്നത്. അത് അവരെ വലിയ രീതിയിൽ അപമാനപ്പെടുത്തുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കടുത്ത നിലപാട്, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണ ദിവസം. ആ ദിവസമാണ് ഇത്തരത്തിലുള്ള ചൂടുപിടിച്ച ചർച്ചകൾ ഇടതുമുന്നണിക്കകത്ത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളായ CPM തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനകത്ത് വരും മണിക്കൂറുകൾ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആര്യ, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ശരണ്യ, തുടരുക. ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്.